വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം എല്ലാവരും ഇപ്പം LSGD AE എക്സാം കഴിഞ്ഞ് അതിനുശേഷം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോഴാണ് നമ്മുടെ കേരള PSC PWD AEയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം നമുക്ക് എന്തായാലും നമ്മുടെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു നെക്സ്റ്റ് ഇയറിൽ ഒരു ജൂൺ ജൂലൈ മന്തിലോട്ട് നമുക്ക് ഈ ഒരു PWD AE എക്സാം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം സമയം നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. ഇപ്പം കുറേ പേരിപ്പം LSGD നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ ഇരുന്നവരുണ്ടായിരിക്കും, കുറേ പേര് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ വേറൊരു എക്സാം, ഒരു എക്സാം കൂടെ നന്നായി എഴുതണമെന്ന് താല്പര്യമുള്ളവരായിരിക്കും. ചിലരിപ്പം ഓവർജിയർ എക്സാമിന് കാര്യമായിട്ട് പഠിച്ച് ഇനി ഒരു എക്സാം എഴുതണമെന്ന് താല്പര്യപ്പെടുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തവർ നന്നായി പഠിച്ച ഒരു എക്സാം എഴുതണമെന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടായിരിക്കും. ഇപ്പോൾ LSGD എഴുതിയപ്പോൾ എന്തൊക്കെ പോരായ്മകളാണ് വന്നത് എന്നൊക്കെ മനസ്സിലാക്കി ആ പോരായ്മകളെയൊക്കെ നികത്തിക്കൊണ്ട് ഇനി നല്ല രീതിയിൽ ഒരു എക്സാം കൂടി എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നവരും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നല്ലൊരു അവസരമാണ് ഈ PWD AE എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനാണ് നെക്സ്റ്റ് ഇയർ എന്നുള്ളത്. അപ്പോൾ അത്രയും സമയം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ആ ഒരു രീതിയിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുറേ പേരെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മുടെ PWD AEക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരുവിധം AE എക്സാംസിനൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം സിലബസിനെ കുറിച്ചൊക്കെ ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണുള്ളത്, ഓരോ സബ്ജക്റ്റിന് എത്ര മാർക്കാണുള്ളത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റുകളാണ് നന്നായി പഠിക്കേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാറ്റാം. പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും എന്തൊക്കെ ടോപ്പിക്സ് ആണ് എല്ലാ സബ്ജക്റ്റിലും വരുന്നത് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്പെക്റ്റഡ് സിലബസ് എന്നുള്ളതാണ് നോക്കുന്നത്. കൂടാതെ ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചൊന്ന് നോക്കാം. സോ നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് 180/2025 ആണ്. PWD ആണ് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾക്കറിയാം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് നമ്മുടെ പോസ്റ്റ്. സാലറി സ്കെയിൽ നിങ്ങൾ കണ്ടല്ലോ, 55 മുതൽ 115 വരെയാണ് റേഞ്ച് വരുന്നത്. സോ നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പം ആൻറ്റിസിപ്പേറ്റഡ് എന്നാണ്. ഇപ്പോൾ പൊതുവേ എല്ലാ എക്സാംസിനും ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വേക്കൻസീസ് കാണിക്കാറ്. പക്ഷെ അത്യാവശ്യം നല്ല നമ്പറിൽ അഡ്വൈസസ് ഇപ്പം പോകുന്നുണ്ട്. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് കണ്ടതുകൊണ്ട് പഠിക്കാതിരിക്കേണ്ട, എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസീസ് ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 21 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ ഇപ്പം ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയമാണ് 3/9/2025, അതായത് സെപ്റ്റംബർ 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ ആരും അവസാനത്തേക്ക് വെക്കേണ്ട, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം അവസാനത്തെ തിരക്കിലാവുന്ന സമയത്ത് ചിലപ്പം സൈറ്റ് ബിസി ആവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നെറ്റ് ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം മഴയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, കയ്യോടെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ PWD എക്സാം നടന്നത് എന്ന് പറയുന്നത് 2023 കേട്ടോ. ജൂൺ 7 ഇതിന് തൊട്ട് മുമ്പുള്ള PWD എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. 660/2022 കാറ്റഗറി നമ്പർ ഉണ്ടായിരുന്നത്. അന്നത്തെ എക്സാമിന് കട്ട് ഓഫ് ആയിട്ട് വന്നത് 56.33 കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 6/5
24 റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആണ്. അപ്പം ഏകദേശം നമുക്ക് 70 പേരോളം മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിലിപ്പം ടോട്ടൽ 67 പേർക്ക് ഇപ്പം അഡ്വൈസസ് പോയി കഴിഞ്ഞു കേട്ടോ. 67 പേർക്ക് ഇപ്പം അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതാണ് തൊട്ട് മുമ്പ് നടന്ന എക്സാമിൻ്റെ ഒരു സ്റ്റാറ്റസ്. PWD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന എക്സാമിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയത് കഴിഞ്ഞ മാസം ജൂലൈ 7-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ദെൻ ഇതിന് തൊട്ട് മുമ്പ് PWD ഇറിഗേഷൻ കമ്പൈൻഡ് ആയിട്ട് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അത് നടന്നത് ഇതിന് തൊട്ട് മുമ്പ് നടന്നത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് 6/2/2020 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 6/2/2020 എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 9/4/2021 അന്ന് കട്ട് ഓഫ് ആയിട്ട് വന്നത് 52.33 കട്ട് ഓഫ്. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് 24 വരെ അഡ്വൈസ് പോയിരുന്നു. ദെൻ അതിനുശേഷം 166 പേർക്ക് അഡ്വൈസസ് പോയിട്ടുണ്ട് കേട്ടോ ടോട്ടൽ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പം 67 പേർക്കാണ് നിലവിൽ പോയിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പ് നടന്ന എക്സാമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 166 പേർക്ക് അഡ്വൈസസ് പോയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ടോപ്പ് റാങ്കിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം ഷുവറാണ്. ഈ അഡ്വൈസസിൻ്റെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത്, ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം നമ്മുടെ സിലബസിനെ നമ്മളിതാ ഇങ്ങനെയാണ് ഒരു 8 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഉള്ള PSCയുടെ എല്ലാ എക്സാംസിനും, ഇപ്പോൾ അത് ഓവർസിയർ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഗ്രേഡ് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, എല്ലാം ഇപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷനോട് കൂടിയിട്ടാണ് നമ്മുടെ സിലബസ് പബ്ലിഷ് ചെയ്യാറുള്ളത്. എങ്ങനെയാണോ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നല്ലതാണ്. കാരണം ഏത് സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ധാരണ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ അധികം ഇപ്പോൾ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് വരുന്നത്. ഓരോ സെക്ഷൻ വൈസ് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം. അതായത് ഫസ്റ്റത്തെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഭാഗവും സ്ട്രക്ചറൽ അനാലിസിസും കൂടിയിട്ടാണ്. രണ്ടും കൂടി നമുക്ക് 10 മാർക്കിനുള്ള ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ നോക്കുമ്പം MOS എന്നാണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. രണ്ടാമത്തെ സെക്ഷനിൽ ഫ്ലൂയിഡ് മെക്കാനിക്സും അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങും, അതിൽ FM വരുന്നുണ്ട്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ ഇറിഗേഷനും വരാം, ഹൈഡ്രോളജിയും ഉണ്ട്. ഇത് 3 സബ്ജക്റ്റും കൂടിയാണ് അവിടെ 10 മാർക്ക് പറയുന്നത്. പിന്നെ വരുന്നത് സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേ ആൻഡ് വാലുവേഷൻ. നമ്മുടെ സർവേയിങ്ങും മൊത്തം സബ്ജക്റ്റ് അതുപോലെ എസ്റ്റിമേഷനും, ആ 2 സബ്ജക്റ്റും കൂടിയിട്ട് 10 മാർക്കാണുള്ളത്. ദെൻ പിന്നെ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് 20 മാർക്കാണ് ഈ 3 സബ്ജക്റ്റും കൂടി വരുന്നത്. ദെൻ പിന്നെ വരുന്നത് എൻവയറൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്, 10 മാർക്ക്. ദെൻ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, അവിടെ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സും ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സും വരുന്നുണ്ട്. രണ്ടും കൂടിയാണ് 20 മാർക്ക്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുന്നേയുള്ള എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, RCCക്കാണ് വെയിറ്റേജ് കൂടുതൽ. കഴിഞ്ഞ തവണത്തെ ഒരു എക്സാമിന് 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15, 19 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരെ എക്സാംസിന് വന്നിട്ടുണ്ട് RCCയിൽ നിന്ന്. ദെൻ വരുന്നത് എൻവയറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്, 10 മാർക്ക്. എൻവയറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലുണ്ട്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ്, അവിടെ നമുക്ക് ഹൈവേ വരുന്നുണ്ട്, റെയിൽവേ വരുന്നുണ്ട്, എയർപോർട്ട് വരുന്നുണ്ട്, പിന്നെ അത് കൂടാതെ നമ്മുടെ അർബൻ പ്ലാനിങ്ങും വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമുക്ക് 10 മാർക്ക് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സബ്ജക്റ്റിൻ്റെ ലിസ്റ്റുകൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പം നിങ്ങളിപ്പം എന്താണ് ഈ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരാണ്, ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ ഓവർസിയർ എക്സാംസിനൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓവർസിയർ എക്സാം സബ്ജക്റ്റ്, ഓവർസിയർ ലെവൽ സബ്ജക്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളവരാണെങ്കിൽ നിങ്ങളിനി എയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകളിൽ ഒന്നാണ് എൻവയറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ നിങ്ങൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്താലും നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഫുള്ള് പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അവിടെ 10, 10, 20 മാർക്കായി. ദെൻ പിന്നെ വരുന്നത് RCCയും സ്റ്റീലുമാണ്. അതിൽ RCCയെ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. RCC കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ ഒരു 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടും. അപ്പം 35 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി. 35 മാർക്കിനുള്ളത് അവിടെ തന്നെ കിട്ടി. ഞാൻ ഓവർസിയർ സബ്ജക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ എന്നാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ ഇനി എന്താ, ഓവർസിയറിന് പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് സർവേ ലെവലിംഗ്. എന്തായാലും അറിയും, അതറിയാത്തവരുണ്ടാവില്ല. ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അതുപോലെ തന്നെ എസ്റ്റിമേഷനും അറിയും. അപ്പോൾ ദാ ഈ 10 മാർക്കും നമ്മുടെ കയ്യിൽ ഭദ്രമാണ്. ഓക്കെ. ദെൻ പിന്നെ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഇതെല്ലാം കൂടി 20 മാർക്കാണ്. അതിൽ ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് മാത്രമേ നമ്മൾ ഓവർസിയർ ലെവൽ എക്സാംസിന് അങ്ങനെ പഠിക്കാത്തുള്ളൂ. ബിൽഡിംഗ് മെറ്റീരിയലും കൺസ്ട്രക്ഷനും ഒക്കെ നമ്മൾ സർവേയും പഠിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഏകദേശം ഒരു 17 മാർക്കോളം നമുക്ക് ഇവിടെ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ഓവർസിയർ ലെവലിൽ പഠിച്ച് തീർന്നിട്ട് എയിലേക്ക് പഠിക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളൊരു ടിപ്പായിട്ട് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ എൻവറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുക, RCC ഫോക്കസ് ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ സബ്ജക്റ്റുകൾ നല്ല തറവാക്കുക. ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ തറവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് കിട്ടുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള സബ്ജക്റ്റ് അതിനുശേഷം മറ്റുള്ള സബ്ജക്റ്റിലേക്ക് പൊക്കോളാം. ഓക്കെ. ബാക്കിയുള്ള സബ്ജക്റ്റ് ഇത്രയും സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് മാർക്ക് വരുന്നത്. ഇത് ഒരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, മറ്റുള്ള സബ്ജക്റ്റിലോട്ട് കടക്കാം. ഓക്കെ. ഇനിയിപ്പം ഓൾറെഡി ഇപ്പം LSGD AEക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ആദ്യം തൊട്ട് ഫുള്ള് തിയറി ഒന്നും ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത്, ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഏകദേശം ഒരു നിലവാരം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ജിയോ ടെക്നിക്കലിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ഗേറ്റ് ലെവലിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ലെവലായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. സാധാരണ പഠിച്ചത് റിവൈസ് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്ത് റിവൈസ് ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ദിവസം ഒരു 5-10 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഹയർ ലെവലിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നോക്കുക. ഓൾറെഡി LSGD AEക്ക് ഓൾറെഡി പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ രീതിയിലൊന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ. ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സമയമെടുത്ത് ഇൻഡിവിജ്വലി ഓരോ സബ്ജക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ബേസ് ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ബേസ് ഉണ്ടാക്കിയാൽ നേരെ നിങ്ങൾക്ക് എവിടേക്ക് കയറാം, MOSലോട്ട് കയറാം. MOSൽ ബേസായ MOS കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചറൽ അനാലിസിസിലോട്ട് പോകാം. അങ്ങനെ ആ സ്ട്രക്ചറൽ സബ്ജക്ട്സിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ. പിന്നെ കൂടെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ പഠിക്കാൻ പിന്നെ വേറെ വലിയ ഇതിൻ്റെ ആവശ്യമില്ല, തിയറിയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെയും പഠിച്ചു പോവാം. അപ്പോൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് എന്തായാലും ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TSC ഇതേ വെയിറ്റേജിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒരുവിധം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഓവർസിയർ ഗ്രേഡ് 1 വരെ അത്യാവശ്യം നിങ്ങൾ പഠിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഈ രീതിയിൽ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ദെൻ ഇനി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ സിലബസുകളിലൂടെ ഒന്ന് കടന്നു പോകാം. നമുക്ക് ബ്രീഫായിട്ട് എല്ലാ സിലബസിനെ കുറിച്ചും ഒന്ന് നമുക്ക് പറയാം. ഓക്കെ. യെസ്. അപ്പോൾ സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സൈലം ടെക്നിക്കൽ, ഇപ്പോൾ നിങ്ങൾ PWD AEക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് സൈലം ടെക്നിക്കലിൻ്റെ AE ബാച്ചസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓഫ്ലൈൻ ബാച്ചസും ഓൺലൈൻ ബാച്ചസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ ഓഗസ്റ്റ് 20-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിൽ ഓഗസ്റ്റ് 27-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് കോഴിക്കോടുള്ള നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ചാണ്
നടക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ദെൻ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വളരെ കുറഞ്ഞ ഫീസാണ്. ഓൺലൈൻ ആണെങ്കിൽ എന്താണ് 12,999 ആണ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിൽ 25,000 നമുക്ക് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഓരോ ക്ലാസ്സസിലും നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള MCQs നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്ലാസ്സിൽ നമ്മൾ 2-3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർ സപ്പോർട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ശരി, ഇനി പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ചിലർക്കെങ്കിലും ചാടി കയറിയിട്ട് ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ചിലപ്പോൾ ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല, ഡൗട്ട് ഉണ്ടായിരിക്കും, ക്ലാസ്സസ് നല്ലതായിരിക്കുമോ എങ്ങനെയായിരിക്കും എന്നുള്ള സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ സംശയിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ഡെമോ ബാച്ചും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫ്രീ ഡെമോ ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് August 20 മുതലാണ് കേട്ടോ. 20 മുതലാണ്. അപ്പം ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ടെക്നിക്കൽ PSCയുടെ സെക്ഷനിൽ നിങ്ങൾക്ക് AE സിവിൽ ഡെമോ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. August 20 മുതലായിരിക്കും ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ബാച്ചസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ശരി, നമുക്കിനി സബ്ജക്റ്റിൻ്റെ സിലബസിലേക്ക് പോകാം. സോ സിലബസിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു MOSും അതുപോലെ essayയും കൂടിയിട്ടാണ് നമുക്ക് 10 മാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ MOSൻ്റെ സിലബസ് നോക്കുമ്പം സ്ഥിരം AE എക്സാംസിന് കാണുന്ന ഒരു സിലബസ് ഇങ്ങനെ തന്നെയാണ് അല്ലേ. എന്തൊക്കെ കാര്യം ഉണ്ടാവും അവിടെ, സ്ട്രെസ് സ്ട്രെയിൻ ഉണ്ടാവും, അതുപോലെ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്, അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ, തിയറി ഓഫ് കോളംസ്, ഇത്രയും കാര്യങ്ങളാണ് അധികവും വരാറുള്ളത്. ഇതിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റിൽ നിന്നും ഷിയർ ഫോഴ്സിൽ നിന്നുമുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ചെറിയ പ്രോബ്ലംസ് ആണെങ്കിലും വരാറുണ്ട്, ചെയ്യാനായിട്ട് വരാറുണ്ട്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഡിഫ്ലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഡിഫ്ലക്ഷനിൽ നിന്നുള്ള ചോദ്യം എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിയറി ഓഫ് കോളംസിൽ നമ്മുടെ കോളത്തിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻസ്, എൻഡ് കണ്ടീഷൻസ് ഒക്കെ തന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ടല്ലോ. അവരുടെ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ വരുന്നത്. പിന്നെ സ്ട്രക്ചറൽ അനാലിസിസ്, കുറേ പേരെങ്കിലും സ്ട്രക്ചറൽ അനാലിസിസ് പഠിക്കാറില്ല. കാരണം BTechൽ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാണ് പതിവ്. പക്ഷേ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല എളുപ്പമുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പൊതുവെ എസ്സേയുടെ ഭാഗത്തുനിന്ന് കാണാറുള്ളത് കേട്ടോ. ശരിക്കും 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എസ്സേയിൽ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ അതിൽ തന്നെ സ്ഥിരമായിട്ട് PSC ക്വസ്റ്റ്യൻ കാണുന്നതാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആൻഡ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അത് സ്ഥിരമായിട്ട് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനേസിയുടെ ഒരു പ്രോബ്ലം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ILDയുടെ ഒരു പ്രോബ്ലമാണ്. ILDയുടെ ഒരു പ്രോബ്ലം എന്തായാലും വരാറുണ്ട്. പിന്നെ ആർച്ചസിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ് എക്സാമിന് അധികവും കാണാറുള്ളത്. ആർച്ച് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു 3 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ പിന്നെ ഇവിടെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും കാനീസ് മെത്തേഡും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് വലിയ വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരില്ല. ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നാണെങ്കിലും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പ്രോബ്ലം ആയിട്ട് നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറുള്ളൂ. അപ്പം അത്രയാണ് നമുക്ക് എസ്സേയിൽ വരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സ് എങ്കിലും എസ്സേയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ നമ്മൾ നോക്കുന്നത് FM അതുപോലെ വാട്ടർ റിസോഴ്സും ആണ്. അപ്പം അതിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുള്ള ഒരു ഭാഗമാണ് നമ്മുടെ എന്താണ് സ്ട്രീം ഫങ്ഷൻസ്, അതുപോലെ തന്നെ വെലോസിറ്റി പൊട്ടൻഷ്യൽ, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വെലോസിറ്റി പൊട്ടൻഷ്യൽ ഒക്കെയുള്ള ഭാഗം. അവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലോ ത്രൂ പൈപ്പിൽ നിന്ന് ലോസസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ഗേജസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പൊതുവെ എക്സാംസിന് കാണാറുള്ളതാണ്. പ്രഷർ ഗേജസിൽ നിന്നുള്ളത് ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുമ്പുള്ള എക്സാമുകൾക്കൊക്കെ പ്രഷർ ഗേജസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. പിന്നെ അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രോബ്ലംസ് പൊതുവെ നമ്മൾ FM നിന്ന് നോക്കുമ്പോൾ പ്രോബ്ലംസ് തന്നെയാണ് കാണാറുള്ളത് അധികവും. പക്ഷേ ഈ FM അതുപോലെ ഇറിഗേഷനും പിന്നെ ഹൈഡ്രോളജിയും കൂട്ടി ചേർന്നിട്ടാണ് നമുക്ക് 10 മാർക്ക്. ഈ 3 വലിയ സബ്ജക്റ്റും പഠിക്കുമ്പോഴാണ് നമുക്ക് 10 മാർക്ക് കിട്ടുന്നത് എന്നാണ് ഒരു പ്രശ്നം ഇവിടെ ഉള്ളത്. ഓക്കെ, സോ പിന്നെ നമ്മുടെ സിലബസിൽ ഇതാ ഫ്ലൂയിഡ് പ്രഷർ, ബൊയാൻസി, ഫ്ലോട്ടേഷൻ, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ ഒറിഫൈസ്, നോച്ച്, ഫ്ലോ ത്രൂ പൈപ്പ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ബൗണ്ടറി ലെയറിൽ നിന്ന് ഒരു തവണ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്, ബൗണ്ടറി ലെയർ തിയറി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് നമ്പർ, റയനോൾസ് നമ്പർ, അവരുടെ ഡെഫിനീഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാമിന് കാണുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ടർബൈൻസ് ഒക്കെ സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ് ടർബൈൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ചാനൽ ഫ്ലോ, OCH എന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. എന്താണ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളതാണ്. ദെൻ ഹൈഡ്രോളജിയിലേക്ക് വരികയാണെങ്കിൽ ഹൈഡ്രോളജിയിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഭാഗം ഹൈഡ്രോഗ്രാഫിൻ്റെ പ്രോബ്ലംസാണ്. ഹൈഡ്രോഗ്രാഫ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, അതുപോലെ ഹൈഡ്രോഗ്രാഫ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ പ്രോബ്ലംസ് പഠിക്കുക. പ്രോബ്ലംസ് ആണ് അധികവും ചോദിക്കാറുള്ളത്. ദെൻ പിന്നെ ഇറിഗേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സോയിൽ മോയ്സ്ചർ റിലേഷൻഷിപ്പ്, ഡ്യൂട്ടി എന്താ, ഡെൽറ്റ എന്താ, അങ്ങനത്തെ കാര്യങ്ങൾ, ദെൻ പാലിയോ ഇറിഗേഷൻ, കോർ വാട്ടറിങ്, ദെൻ ചിലപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ ഡ്യൂട്ടിയുടെയും ഡെൽറ്റയുടെയും ഒക്കെ കുറച്ച് ലെവൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒരു തവണ എക്സാമിന് കനാൽ ഡിസൈനിൽ നിന്ന് പ്രോബ്ലം വന്നിട്ടുണ്ട്. അല്ലാത്ത പ്രാവശ്യമൊക്കെ ഇതിൻ്റെ തിയറിയുമായിട്ട്, ഈ ഡിസൈൻ്റെ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് നമ്മുടെ ഇറിഗേഷനിൽ നിന്ന് കേട്ടോ. നോർമലി നമ്മൾ കാണാറുള്ള നമ്മുടെ സോയിൽ മോയ്സ്ചർ റിലേഷൻഷിപ്പ് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ A-level എക്സാംസിന് മിയാൻഡറിങ് ഓഫ് റിവറിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. റിവർ ട്രെയിനിങ് വർക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ മിയാൻഡറിങ്ങിൻ്റെ സ്റ്റേജുകളിൽ നിന്ന്, ഫോം ചെയ്യുന്ന സ്റ്റേജുകളിൽ നിന്നുള്ളൊക്കെ ചോദ്യങ്ങൾ, ടോട്ടോസിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ഹാർബറിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് മിയാൻഡറിങ്ങിൻ്റെ പോർഷനിൽ നിന്ന് കേട്ടോ. അതുപോലെ ഗ്രോയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസർവോയറുകളിൽ നിന്ന് പൊതുവേ നമ്മുടെ എക്സാമിന് റിസർവോയറിൻ്റെ സോണുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. സോൺസ് ഓഫ് റിസർവോയറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അക്വിഫയറിൻ്റെ ടൈപ്സ് എന്ന പ്രോപ്പർട്ടീസ് വരാറുണ്ട്. പിന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്നാണ് പിന്നെ ഇറിഗേഷനിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാറുള്ളത്. ഓക്കെ, അതാണ് നമുക്ക് ഏകദേശം ഒരു FM, ഇറിഗേഷൻ, ഹൈഡ്രോളജി ഈ ഒരു ഭാഗത്തിൽ ഇത്രയും കാര്യമാണ് വരുന്നത്. ദെൻ പിന്നെ നമ്മുടെ സർവേയിങ്, ലെവലിങ്, ക്വാണ്ടിറ്റി സർവേ ആൻഡ് എസ്റ്റിമേഷൻ. ശരിക്കും സർവേ എന്ന് പറഞ്ഞാൽ ഏത് പഠിക്കണം ഏത് പഠിക്കേണ്ടെന്ന് എടുത്ത് പറയാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. കാരണം വലിയൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻട്രഡക്ഷൻ തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ഭാഗത്തുനിന്നും PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഓവർസിയർ ലെവലിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ കുറേ ഉണ്ടാവും. പക്ഷേ Aക്ക് നമുക്കൊരു 4 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 4 ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിക്കുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പിന്നെ ഏരിയ വോളിയത്തിൻ്റെ ഒക്കെ പ്രോബ്ലംസ് കാര്യമായിട്ട് നമ്മൾ A-level എക്സാമിന് കാണാറുണ്ട്. ബാക്കി എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ഭാഗം എന്നുള്ളത് സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാ പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് GPS-ൽ നിന്നും ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും റിമോട്ട് സെൻസിങ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എക്സാമിന്. പിന്നെ എസ്റ്റിമേഷൻ ആസ് യൂഷ്വൽ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ എസ്റ്റിമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
ടേമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാല്യുവേഷൻ, എസ്റ്റിമേഷനിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ്, നമ്മുടെ കോൺട്രാക്ടേഴ്സ്, പ്രോഫിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വാല്യുവേഷനിലേക്ക് പോവാം. വാല്യുവേഷൻ്റെ ടേംസ് നമ്മളോട് ചോദിക്കാറുണ്ട്. വാല്യുവേഷൻ്റെ പ്രോബ്ലംസ്, ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് A ലെവലിനാണ് അധികവും നമ്മളോട് ചോദിക്കാറുള്ളത്. A ലെവലിനാണ് കേട്ടോ അധികവും നമ്മളോട് പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം എസ്റ്റിമേഷൻ ശരിക്കും ഒരു ചെറിയ സബ്ജക്റ്റ് ആണ്. നിങ്ങളൊരു 3, 4, 5 ദിവസം മെനക്കെട്ടിരിക്കുകയാണെങ്കിൽ എസ്റ്റിമേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. സർവേയും എസ്റ്റിമേഷനും കൂടി പഠിക്കുമ്പോൾ നമുക്ക് 10 മാർക്കേ കിട്ടുന്നുള്ളൂ. അതേ അവിടുത്തെ ഒരു പ്രശ്നമുള്ളൂ. കാരണം അത്യാവശ്യം സർവേ വലിയൊരു സബ്ജക്റ്റ് ആണ്, അത്രയും പഠിച്ചെടുക്കണം. ഓൾറെഡി ഓവർസിയറിനെ പ്രിപ്പയർ ചെയ്തവർക്കാണെങ്കിൽ ഈ ഒരു മൊഡ്യൂള് പഠിക്കേണ്ട ആവശ്യമില്ല, അത്ര നന്നായിട്ട് ഈ 2 സബ്ജക്റ്റും അറിയുണ്ടാവും. ദെൻ പിന്നെ വരുന്നത് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ ടെക്നോളജി, ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ബിൽഡിംഗ് മെറ്റീരിയൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആയിട്ട് നമ്മൾ ടിമ്പർ പറയാറുണ്ട്, ടിമ്പർ പറയാറുണ്ട്. ദെൻ പിന്നെ നമ്മൾ പറയാം സിമെൻറ്റ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണമെന്ന് പറയുന്നതാണ് സിമെൻറ്റ്. അതുപോലെ തന്നെ സ്റ്റോൺ, ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് കോൺക്രീറ്റ് വന്നിട്ടുള്ളത്. ഈ കോൺക്രീറ്റിൽ നിന്ന് A ലെവലിൽ അധികവും അഡ്മിക്സ്റ്റേഴ്സില്ലേ, അഡ്മിക്സ്റ്റേഴ്സിൽ നിന്നും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് എന്നും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അഡ്മിക്സ്റ്റേഴ്സ് പലത് തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്, കോൺക്രീറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ BM കണ്ടിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതാണ് അധികവും ചോദിക്കാറുള്ളത്. പിന്നെ ടെസ്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രഷ് കോൺക്രീറ്റിൻ്റെ ചെറിയ ടെസ്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കാണാറുള്ളത്. BM മെറ്റീരിയൽസിൽ നോക്കുമ്പോൾ മെറ്റീരിയൽസിൽ അധികവും സിമെൻറ്റ്, അതുപോലെ ടിമ്പർ, ബ്രിക്ക്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിലെ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലും A ലെവലിൽ കാണാറുള്ളത്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമുക്ക് മെയിനായിട്ട് ഈ ടെമ്പററി സ്ട്രക്ചേഴ്സ്, സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, അണ്ടർപിന്നിങ് എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോയിന്റിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് പറയാണ്, ഈ ടെമ്പററി സ്ട്രക്ചേഴ്സ് എന്നും അതുപോലെ പോയിന്റിങ്ങിൽ നിന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പിന്നെ റൂഫിൻ്റെ ടെക്നിക്കൽ ടേംസിൽ നിന്ന് പർലിനോ അല്ലെങ്കിൽ റാഫ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് ഒരു ചോദ്യം കാണുന്നു. ഡോർസ് ആൻഡ് വിൻഡോസിൽ നിന്നും നമ്മൾ എപ്പോഴും കാണുന്നതാണ്, ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ടേംസിൽ നിന്നോ ടൈപ്പിൽ നിന്നോ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്. ഫ്ലോർസ് ആൻഡ് ഫ്ലോറിങ്സ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസിനാണ് കൂടുതലായിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതുവരെ ഈ ഡോർസ് ആൻഡ് വിൻഡോസ്, അതുപോലെ ആർച്ച്, ദെൻ റൂഫ്, ദെൻ സ്കാഫോൾഡിങ്, ഷോറിംഗ്, അണ്ടർപിന്നിങ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിച്ചിരുന്നത്. പിന്നെ ഈ എക്സാമിന് എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഈ ഒരു സ്ലിപ്പ് ഫോം കൺസ്ട്രക്ഷൻ ആണ്. ഈ സ്ലിപ്പ് ഫോം കൺസ്ട്രക്ഷൻ്റെ ഡെഫിനീഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. സിലബസിൽ ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് കാണാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലോട്ട് പോകുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് പഠിക്കാനുണ്ട് അല്ലേ. ഒപ്റ്റിമിസ്റ്റിക് ടൈമിൻ്റെ ഒക്കെ പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ CPM നിന്നും പെർട്ടിൽ നിന്നുമുള്ളൊരു ചോദ്യം വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ്, ആ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ LSGD എക്സാമിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചത്. സ്ഥിരമായിട്ടുള്ള പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എൻവയറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞു ഫുൾ സബ്ജക്റ്റ് നമ്മൾ രണ്ടും പഠിക്കണം. അതായത് വാട്ടർ സോഴ്സസ് ആൻഡ് ഡിമാൻഡും അതുപോലെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗും രണ്ടും നമ്മൾ പഠിക്കണം. രണ്ടും കൂടിയാണ് 10 മാർക്ക്. പക്ഷേ ഈ 10 മാർക്ക് ഉള്ളത് പഠിച്ചാലും നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, നിങ്ങൾക്കറിയാം പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, പ്രോബ്ലമായിട്ട് വരാറുണ്ട്. അതുപോലെ ക്വാളിറ്റി ഓഫ് വാട്ടർ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാറുണ്ട് അല്ലേ. നമ്മുടെ pH അല്ലെങ്കിൽ കളർ, ടർബിഡിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ കാണാറുണ്ട്. ദെൻ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫിൽറ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരമായിട്ട് എക്സാമിന് കാണാറുള്ളതാണ്.
പിന്നെ 2ലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഓക്സിജൻ ഡിമാൻഡുകൾ BOD COD ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. BOD CODയിൽ നിന്നുള്ള പ്രോബ്ലമായിട്ട് തന്നെ വന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മുടെ ട്രിക്ലിംഗ് ഫിൽട്ടർ, അതുപോലെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ പരമാവധി NV പഠിക്കുമ്പോൾ മൊത്തം സബ്ജക്റ്റ് പഠിക്കുകയാണ് നല്ലത്. കാരണം ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് എക്സാമിന് കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് നമ്മുടെ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് മെജോറിറ്റി മാർക്കും ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ RCCയിലാണ് മെജോറിറ്റി മാർക്കും ഇരിക്കുന്നത്. അപ്പം RCCയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് IS 456ലുള്ള കോഡൽ പ്രൊവിഷൻസ് ആണ്. അത് തന്നെ ബീമിൻ്റെ, സ്ലാബിൻ്റെ, കോളത്തിൻ്റെ എല്ലാവരുടെയും കോഡൽ പ്രൊവിഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ കോഡൽ പ്രൊവിഷൻസിൽ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനും അതെ കൂടുതലും കോഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് RCCയിൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ, ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ, സിംഗ്ലി റെയിൻഫോഴ്സ്ഡ്, ഡബ്ലി റെയിൻഫോഴ്സ്ഡ് സെക്ഷൻസ് ഇല്ലേ, അത് ആ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. പിന്നെ 1 വേ സ്ലാബ്, 2 വേ സ്ലാബ്, അവരുടെ ഡിസൈൻ ക്രൈറ്റീരിയ, അതിൻ്റെ കാര്യങ്ങളുമാണ് സ്ഥിരം ക്വസ്റ്റ്യന്. പിന്നെ ഒരിടയ്ക്ക് വാട്ടർ ടാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറേ അധികം വന്നിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം പഠിക്കണം. പിന്നെ പ്രീ സ്ട്രെസ്സിങ് ആണ് കേട്ടോ. പ്രീ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്, പ്രീ സ്ട്രെസ്സിങ് ലോസസിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ RCCയുടെ കോഡൽ പ്രൊവിഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ കോഡൽ പ്രൊവിഷൻസ് പഠിക്കണം. ഓക്കെ, അത്യാവശ്യം നമുക്കൊരു 15-18 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഈ പറയുന്ന RCCന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടമാവില്ല. നമ്മൾ അതിന് വേണ്ടി കുറച്ച് സമയം മെനക്കെട്ടിരുന്ന് പഠിച്ചാലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറേ പേർക്ക് പോകുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ RCCയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീലിൽ നിന്ന് സ്ഥിരമായിട്ട് ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികവും വരാറുള്ളത്. പിന്നെ അതുപോലെ ടെൻഷൻ മെമ്പർ, കംപ്രഷൻ മെമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അതുപോലെ ഗേജ് ഡിസ്റ്റൻസ് എന്താ, പിച്ച് എന്താ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെയാണ് സ്റ്റീലിൽ നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ സ്റ്റീലും RCCയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ RCCക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. അവിടെ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാം. ഓക്കെ, ദെൻ പിന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. ഈ ഒരു സബ്ജക്റ്റ് മൊത്തമായി പഠിച്ചാൽ നമുക്ക് 10 മാർക്ക്, മിക്സഡ് അല്ല, ഒറ്റ സബ്ജക്റ്റിൽ നിന്ന് 10 മാർക്ക്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടത് വരും. ഫസ്റ്റ് തന്നെ നമ്മുടെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. പിന്നെ കൺസോളിഡേഷൻ, പെർമിയബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ്, കൺസോളിഡേഷൻ്റെ പ്രോബ്ലംസ്, അതുപോലെ ഡാർസീസ് ലോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമ്മുടെ എക്സാമിന് എർത്ത് പ്രഷർ, റാങ്കൈൻസ് ആൻഡ് കൊളൂംസ് തിയറീസ്, ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പ്രോബ്ലംസ് ആയിട്ടും തിയറി ആയിട്ടും ഒക്കെ ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ BCയിലും ഓൾറെഡി പഠിക്കുന്ന ഒരു ഭാഗമാണ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ആ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിൻ്റെ ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റി, നെറ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി, ആ ഡെഫിനേഷനുകൾ, അതുപോലെ തന്നെ SPT ടെസ്റ്റ്, അതുപോലെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ മെത്തേഡ്സുകൾ, അതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ ചോദിക്കും. SPT ടെസ്റ്റിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഹാമറിൻ്റെ വെയിറ്റ് എത്ര ഹൈറ്റ് എന്നാണ് അത് ഡ്രോപ്പ് ചെയ്യണത്, എത്ര ഡെപ്ത് വരെയാണ് ചെയ്യുക, ഏത് കണ്ടീഷനിലാണ് ചെയ്യുക, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് SPTന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം SPT ടെസ്റ്റ് പഠിക്കണം. ഓക്കെ, അതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. ദെൻ പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിങ് ആണ്. പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ പ്രശ്നം ഹൈവേ പഠിക്കണം, റെയിൽവേ പഠിക്കണം, എയർപോർട്ട് പഠിക്കണം, അർബൻ പ്ലാനിങ് പഠിക്കണം. ഈ 4 ആൾക്കാരെയും കൂടി ഒരുമിച്ച് പഠിച്ചാലേ 10 മാർക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഹൈവേ ആണ് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ഹൈവേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്
ജോമെട്രിക് ഡിസൈൻ തന്നെയാണ്. നമുക്കറിയാം ജോമെട്രിക് ഡിസൈനിൽ നമ്മുടെ റോഡിൻ്റെ അലൈൻമെൻറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ജോമെട്രിക് ഡിസൈനിൽ സൂപ്പർ എലവേഷൻ, അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റ്, ദെൻ പിന്നെ എക്സ്ട്രാ വൈഡനിങ്, സൈഡ് ഡിസ്റ്റൻസ്, ഇതൊക്കെ സ്ഥിരം ചോദ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ PSC കടന്നിട്ടുള്ള ഭാഗം ട്രാഫിക് എഞ്ചിനീയറിംഗ് ആണ്. ട്രാഫിക് എഞ്ചിനീയറിംഗ് സിഗ്നലുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, സൈൻ ബോർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പിന്നെ പ്രോബ്ലംസ്, നമ്മുടെ ട്രാഫിക് എഞ്ചിനീയർ ബേസിക് കപ്പാസിറ്റി, ഡിസൈൻ കപ്പാസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. ട്രാഫിക് ജാം ഡെൻസിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രോബ്ലംസ്, അതാണ് ട്രാഫിക് എഞ്ചിനീയറിംഗിന് മെയിൻ ആയിട്ട് പ്രോബ്ലംസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുള്ളത്. പിന്നെ നമ്മുടെ ബിറ്റ്മെൻ്റെ അപ്ലിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ബാക്കിയുള്ള ടെസ്റ്റുകളിൽ നിന്നില്ലെങ്കിലും ബിറ്റ്മെൻ്റെ അപ്ലിക്കേഷനിൽ നിന്നുള്ള ടാക്ക് കോട്ട് എന്താ, പ്രൈം കോട്ട് എന്താ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ നമ്മൾ പിന്നെ കാണുന്നത് ടൈപ്സ് ഓഫ് ബിറ്റ്മെനിൽ നിന്നുള്ള ചോദ്യങ്ങളും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഹൈവേയിൽ നിന്ന് അധികവും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. പിന്നെ റെയിൽവേയിൽ നിന്ന് പൊതുവേ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറവായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ക്വസ്റ്റ്യൻ ഉണ്ടാവുകയാണെങ്കിലും മെയിനായിട്ട് നമ്മുടെ സിഗ്നലിങ്ങിൽ നിന്നോ സിഗ്നൽസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അല്ലെങ്കിൽ പിന്നെ സിഗ്നൽസ് അല്ലെങ്കിൽ പിന്നെ റെയിൽവേയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഭാഗം യാർഡുകളിൽ നിന്നാണ്. മാർഷലിംഗ് യാർഡുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അധികവും റെയിൽവേയിൽ നിന്ന് ഒരു ലെവൽ എക്സാംസിന് കാണാറുള്ളത്. ദെൻ പിന്നെ വരുന്നത് നമ്മുടെ ആരാണ്, അർബൻ പ്ലാനിംഗ് ആണ്. അർബൻ പ്ലാനിങ്ങിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ടൗൺ പ്ലാനിങ്ങിൻ്റെ ഫാദർ ആരാണ്, ഗാർഡൻ സിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ആരാണ്, അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോഴും PSC ചോദിക്കാറുള്ളത്. അപ്പം അങ്ങനെ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക അർബൻ ട്രാൻസ്പോർട്ട് പ്ലാനിങ് പഠിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ചധികം വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കാം. ആ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മുടെ PSCയുടെ ലെവൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ, ടൗൺ പ്ലാനർ എക്സാംസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ എക്സാംസിനൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഒപ്പം നോക്കിയിട്ട് വരിക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ലെവലിലും പൊതുവെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഓവറോൾ ഇതാണ് നമ്മുടെ PWD AEയുടെ ഒരു എക്സ്പെക്റ്റഡ് സിലബസ്. ഇങ്ങനെ തന്നെയാണ് വരിക. കാരണം ഒരുവിധം എല്ലാ ഈ എക്സാമിനും ഇതേ രീതിയിലുള്ള സിലബസ് തന്നെയാണ് കാണാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ സിലബസിനെ കുറിച്ച് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് വൈസ് ഉള്ള സിലബസിൻ്റെ ഡിസ്കഷനുമായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റും കൂടുതൽ എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് പഠിക്കാൻ പോകുന്നവർക്ക് ഒരു ധാരണയാവാൻ വേണ്ടിയാണ് നമ്മൾ മൊത്തം സബ്ജക്റ്റിനെ കുറിച്ചുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക്